ലോറിയുടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം. മനാഫ് പലരിൽ നിന്നും പണം പിരിക്കുകയാണെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. ഈശ്വർ മാൽപ്പയും മനാഫും ചേർന്ന് നാടകം കളിച്ചെന്നും യൂട്യൂബ് ചാനലിന്റെ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കുകയാണ് ഇരുവരുടെയും ലക്ഷ്യമെന്നും ജിതിൻ ആരോപിച്ചു. എന്നാൽ അർജുന്റെ പേരിൽ PR വർക്ക് നടത്തുന്നില്ലെന്ന് മനാഫ് പ്രതികരിച്ചു. ശിരൂർ മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണവുമായാണ് കുടുംബം രംഗത്തെത്തിയത്. കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണ്. അർജുനെ വെച്ച് മാർക്കറ്റിംഗ് നടത്തുകയാണ് മനാഫ് ചെയ്യുന്നതെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയാണ്. അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്ത് മനാഫിന്റെ യൂട്യൂബ് വഴി സമ്മതമില്ലാതെ വീഡിയോ പങ്കുവച്ചെന്നും കുടുംബം കുറ്റപ്പെടുത്തി. കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് കടന്നു കയറ്റി മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയും വൈകാരികമായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു. പക്ഷെ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ മാറിയപ്പോൾ ഞങ്ങൾ ഈ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും. മൂന്നാം ഘട്ട തെരച്ചിലിന് മാൽപ്പെ വന്നത് മനാഫ് വിളിച്ചിട്ടാണെന്നും മനാഫും മാൽപ്പയും ഡ്രഡ്ജർ ഉപയോഗിച്ച് നാടകം കളിക്കുകയായിരുന്നെന്നും കുടുംബം പറഞ്ഞു. ചാനലുകളിൽ കുടുംബത്തെക്കുറിച്ചുള്ള ഇന്റർവ്യൂ നൽകരുതെന്നാവശ്യപ്പെട്ടിട്ടും അത് മുഖവിലക്കെടുക്കാതെയാണ് മനാഫിന്റെ പെരുമാറ്റം. മനാഫ് ദൌത്യം വഴി തിരിച്ചുവിടുകയാണെന്ന് കാർവാർ SP അടക്കമുള്ളവർ പറഞ്ഞതായും കുടുംബം വ്യക്തമാക്കി. എന്നാൽ ആരോപണങ്ങൾ തള്ളി മനാഫും രംഗത്തെത്തി. കുടുംബം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും താൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു. തന്റെ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും അർജുനെ മറക്കാതിരിക്കാനാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതെന്നും മനാഫ് വ്യക്തമാക്കി. എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് ഇപ്പോൾ ഞാൻ എന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്നാളെൻ്റെ തന്നെ. അർജുൻ്റെ ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഗംഗാവലി ശിരൂരിൽ. ഞാൻ അർജുൻ്റെ ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിനും വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? മുതലെടുപ്പായിരുന്നു അല്ലെങ്കിൽ അതിനെ കച്ചവടമാക്കിയത് ഏതാണ്? ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി. ആകെ ഒരു എന്താ പറയുക, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ 10,000 സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ് ഇടും. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. അതാകെ അന്നൊക്കെ എൻ്റെ ചാനൽ വളരെ കുറച്ച്, ഒരാളാണെങ്കിൽ ഒരാളെ ചുവട്ടിലെത്തണം. പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാത്ത ശത്രുക്കൾ വേറെ ആർക്കുമില്ല. അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഇൻ കേസ് എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ഒരു ധൈര്യത്തിന് വേണ്ടേ? എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കും. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുടുംബം തെളിയിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞു കൊന്നോട്ടെയെന്നും മനാഫ് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.